ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റംഗോലി ബുട്ടിക്. ഞാൻ രഞ്ജിനി. ഇന്നത്തെ വീഡിയോ ഒരു കോളർ നെക്ക് വരുന്ന ടോപ്പിൽ ഫ്രണ്ട് നെക്ക് എങ്ങനെ നമുക്ക് നല്ലൊരു മോഡൽ കൊടുത്ത് തയ്ച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ടൈലറിങ് സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡൗട്ടായാലും എന്ത് പ്രോബ്ലം ആയാലും നമുക്ക് സോൾവ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക റംഗോലി ബുട്ടിക്. ഇപ്പം ഞാൻ 2 ഇഞ്ച് വീതിക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് മെയിൻ ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുന്ന ക്ലോത്ത് റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3/4 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് ഒരു 1/4 ഇഞ്ച് വീതിക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത ക്യാൻവാസിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് വെച്ച് ക്രോസ് ആയിട്ട് തയ്ച്ച് കൊടുക്കുക. നല്ല ഭംഗിയാണ്, നല്ലൊരു ലുക്കാണ്. നമുക്ക് ഇടുന്ന സമയത്ത് ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ലീവിൻ്റെ. അപ്പോൾ ഈ ടോപ്പിൻ്റെ സ്ലീവാണ് അത്. അപ്പോൾ ഈ ഫ്രണ്ട് നെക്ക് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, എങ്ങനെ മോഡൽ തയ്ച്ചിട്ടുണ്ടോ അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിലാണ് ഞാൻ സ്ലീവിൽ തയ്ച്ചിരിക്കുന്നത്. വളരെ ചെറിയ തയ്യലിട്ട് കൊടുക്കുക, അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ നമ്മൾ അടുത്ത് ഇതുപോലെ പിന്നും 3/4 ഇഞ്ച് വീതിക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ചെയ്ത പോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഡിസ്റ്റൻസ് വിട്ട് ചെയ്യുക. അതല്ല എങ്കിൽ 1/2 ഇഞ്ചിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ തയ്ച്ച് കൊടുക്കുക. ഒത്തിരി ഗ്യാപ്പായി പോയാൽ നമുക്കതിൻ്റെ ഒരു ലുക്ക് കിട്ടില്ല. ആക്ച്വലി ഇതൊരു പാൻറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ അതിങ്ങനെ ടോപ്പായിട്ട് തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അങ്ങനെ ചെയ്ത ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതും ഈ റെഡ് കളറുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഈ ആഷ് കളറിൻ്റെ കൂടെ റെഡ് കളർ ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയപ്പം ഞാൻ വിചാരിച്ചതേക്കാളും നല്ലൊരു കിട്ടി, നല്ലൊരു ലുക്ക് കിട്ടി. അപ്പോൾ അത് കുറേ കൂടി ടോപ്പായിട്ട് കാണുന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇത്രയും ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഫുള്ളും കാണിച്ചില്ല. നിങ്ങൾ 2 എണ്ണം തയ്ക്കുന്നത് കണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് ഫുള്ളും കാണിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മെയിൻ ക്ലോത്തിൽ സെൻറ്ററായിട്ടുള്ള പോർഷൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പുറത്ത് ലൈനിങ് കൂടി നമുക്ക് വെക്കണം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഈ പീസ് നമുക്ക് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് തിരിച്ചെടുക്കാം. ഇപ്പോൾ ലൈനിങ്ങിൽ ഞാൻ നെക്കിൻ്റെ റൗണ്ടിന് വേണ്ടി ക്യാൻവാസ് എടുത്തിട്ടില്ല. അതിന് വേണ്ടി ഞാനതിൽ കുറച്ച് സപ്പോർട്ടിന് വേണ്ടി ക്ലോത്ത് ലൈനിങ്ങും ഒരു മെയിൻ ക്ലോത്തും വെച്ച് ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ലൈനിങ്ങിലും കൂടി ആ ഒരു സ്റ്റിച്ച് വീഴും, നമ്മളത് ഇങ്ങനെ തയ്ച്ചെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മെയിൻ ക്ലോത്തിൽ വെച്ച് തയ്ച്ചിട്ട് പിന്നെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് സെൻറ്ററായിട്ടുള്ള ഭാഗം മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മുട്ടുപീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് മാർക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് തയ്ച്ചു കൊടുത്താലും മതി. ഞാൻ മാക്സിമം ഇങ്ങനെ മൊട്ട് സൂചി യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അവസാനം നമ്മളുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്കത് അഴിച്ചു കളയാം. നമുക്ക് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല. ഒരു തുമ്പ് പോലും വെളിയിൽ വരാത്ത രീതിയിൽ എല്ലാം നമ്മൾ കംപ്ലീറ്റ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ സൈഡ് തയ്ച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു തയ്യലിട്ട് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന ഫിനിഷിംഗ് ഒന്നുണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നല്ലൊരു ലുക്ക് കിട്ടുന്നതാണ് എൻ്റെ ഫിനിഷിങ്ങും തയ്ച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടാവും. ഫുള്ള് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. ഇതൊരു കോളർ വരുന്ന ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ, ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നും ഞാനിതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും മെഷർമെൻറ്റും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഈ കട്ടിങ് വീഡിയോ ആയിട്ട് ഇടാനായിട്ടൊക്കെ കുറച്ച് ടൈം എടുക്കും. ഞാനിത് ഓരോന്നിൻ്റെ ആയിട്ടുള്ള കട്ടിങ് വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് ഞാൻ ഇടാം. കംപ്ലീറ്റ് ഒന്ന് മടക്കി കൊടുത്ത് തയ്ച്ച് കൊടുക്കാം. നമ്മളുടെ ഫ്രണ്ടിൽ തയ്ച്ച സ്റ്റിച്ച് അതുപോലെ അതിലുണ്ട്. ഫുള്ള് നമുക്ക് തയ്ച്ച് കൊടുത്തിട്ട് എടുക്കാം. ഇപ്പോൾ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കിലും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ടോപ്പിൻ്റെ എൻഡിലും കൂടി അടിവശത്തും കൂടി ഒരു ബോർഡറായിട്ട് ഇങ്ങനെ ചുവന്ന തുണി ഞാനതിൽ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഹൈറ്റ് 6.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ അതിൽ ഷോ ബട്ടൺ ആണ് ഞാൻ തയ്ക്കുന്നത്. റെഡ് കളറിലാണ് ഞാൻ ബട്ടൺ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ സാധാ ബട്ടൺ വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ 2 ക്രോസായിട്ട് കൊടുത്തിട്ടില്ലേ തുണി, അതിൻ്റെ സെൻറ്ററിൽ വെച്ച് തയ്ച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതാണ് അവസാനം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ലുക്കാണ്. കണ്ടോ, ഇങ്ങനെ സ്ലീവിലും ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു സ്ട്രിപ്പ് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ളായിട്ടുള്ള ഒരു ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.